നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. 1-2 ഗോളുകൾക്കാണ് അവർ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റയലിന് വേണ്ടി ലുക്കാസ് വാസ്കസ് അതുപോലെ തന്നെ ബ്രാഹിം ഡയസ് എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. അതേസമയം ചെൽസിയുടെ ഗോൾ നോനി മദുവേക്കയുടെ വകയായിരുന്നു. ഇതോടുകൂടി റയലിന്റെ പ്രീ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 മത്സരങ്ങളിലും ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക്ക് റയലിന് വേണ്ടി കളിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ആർദ ഗുളറിനും പരിശീലകൻ അവസരം നൽകിയിരുന്നില്ല. റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇരുവർക്കും ഈ ഒരു മത്സരത്തിൽ അവസരം നൽകാതിരുന്നത് എന്ന കാര്യം അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആവശ്യത്തിനുള്ള കളി സമയം ഇരുവർക്കും ലഭിച്ചതുകൊണ്ടാണ് ഇവരെ പുറത്തിരുത്തിയത് എന്നാണ് ഇദ്ദേഹം നൽകുന്ന വിശദീകരണം. കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻട്രിക്കും ഗുലറും ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്നായി മതിയായ സമയം കളിച്ചിട്ടുണ്ട്. ഇരുവരുടെയും കാര്യത്തിൽ റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ അവർക്ക് വിശ്രമം നൽകിയത്. ഇനി ഞങ്ങൾ സൂപ്പർ കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. ഒരു ഫൈനലാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. അതിൽ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവസരം ലഭിച്ച 2 മത്സരങ്ങളിലും മോശം പ്രകടനമായിരുന്നു എൻട്രിക്ക് നടത്തിയിരുന്നത്. അതേസമയം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഗുലറിന് സാധിക്കുകയും ചെയ്തിരുന്നു. ഇനി യുവേഫ സൂപ്പർ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡും ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയും തമ്മിലാണ് ഏറ്റുമുട്ടുക. അടുത്ത ബുധനാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗ്ഹാമും ഒക്കെ ഈ മത്സരത്തിൽ റയലിന് വേണ്ടി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.